പൊടി എടുത്തുകൊണ്ടുവന്ന് ചാലിച്ചിടുക നെറ്റിത്ത്, എന്നാലേ ഇത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അത്രേ നാരദൻ പരിങ്ങിട്ടാണെങ്കിലും രുക്മിണി, സത്യഭാമ തുടങ്ങിയ 8 ഭഗവത് പത്നിമാര് പരസ്പരം ഗോപസ്ത്രീകളോടുകൂടി ഭഗവാന്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കല്യാണ കഥകൾ കേൾക്കണം എന്ന് പാഞ്ചാലി പറഞ്ഞു. അപ്പൊ പാഞ്ചാലിക്ക് വേണ്ടി 16,108 പത്നിമാരും അവരവരുടെ കല്യാണ കഥകൾ പറയണത് ഒരധ്യായം മുഴുവനും നമുക്ക് കാണാം ഇവിടെ. അപ്പോൾ ആ അവരുടെ മുമ്പിലാണ് നാരദം പെരുങ്ങി ചെന്നത്. നിങ്ങളിങ്ങനെ ഭഗവാനെ പറ്റി കഥകൾ പറയണത് വളരെ നല്ലത്, പക്ഷെ അവിടുത്തേക്ക് വല്ലാതെ തലവേദനയായിട്ട് കിടക്കുകയാണ്. അത് നിങ്ങളാരും അറിഞ്ഞില്ലേ? അയ്യോ, എല്ലാവരും ചാടി എണീറ്റ് എന്താ വേണ്ടത്? അപ്പോഴേക്കും സംഭാഷണമൊക്കെ നിർത്തി. അല്ല, പരിങ്ങി നാരദൻ എങ്ങനെയാ പറയേണ്ടതെന്ന് വെച്ചില്ല. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഒരു പുണ്യാദികളുണ്ട്, 16,108 പേരും ഉണ്ട്. എന്നാൽ അവിടെ പറയണത്, വൈദ്യം പറയണത് പാദരേണു തരണം എന്നാണ്. നിങ്ങളെ കാൽപ്പൊടി കുറച്ച് വേണം, അത് കുഴച്ച് നെറ്റിയിലിടണം എന്നാണ് വൈദ്യര് പറഞ്ഞത്. അപ്പോഴാണ് വിഷമിച്ചത്. എന്ത് പത്നിമാര് പറഞ്ഞു, ഭയമോർത്തു പിൻവാങ്ങിനാർ നാരിമാരവരെപ്പോഴും. അവരൊക്കെയും ഞങ്ങൾക്ക് ഭഗവാന്റെ പാദം ധൂളി നമ്മുടെ ശിരസിലില്ലാന്നല്ലാണ്ട് നമ്മുടെ പാദ ധൂളി എങ്ങനെ ഭഗവാന്റെ പാദത്തിലിടും എന്നുള്ള ആ വിഷമം കൊണ്ട് അവർ സ്വയം പിന്മാറി. അയ്യോ നാരദ, അത് മാത്രം പറയരുതേ. അത് ശരി. നാരദൻ ചോദിച്ചു, ഞാനെന്താ ചെയ്യാ? വൈദ്യര് പറഞ്ഞു ഇത് മാത്രമേ പോംവഴിയുള്ളൂ എന്ന്. എന്നിട്ട് അത് മാത്രം പറയരുതേ എന്ന് പറഞ്ഞാൽ അവസാനം നാരദനോട് പറഞ്ഞു, വൈദ്യന്മാര് അവർ പത്നിമാര് തന്നില്ലെങ്കിൽ അവിടെ ഗോപസ്ത്രീകളുണ്ടല്ലോ, അവരുടെ പാദധൂളി ആയാലും മതി. നാരദൻ പരിങ്ങിയാണ്. പത്നിമാര് പറ്റില്ല എന്ന് പറയുമ്പോ ഗോപസ്ത്രീകൾ അതിലേറെ വിലയുള്ളവരാവില്ലേ? അവര് കൂട്ടാക്കുമോ? അവിടെയാണ് ആ വ്യത്യാസം കണ്ടത്. സജ്ജനങ്ങൾ പറയാറുണ്ട്, എന്താ ഗോപസ്ത്രീകള് കേൾക്കേണ്ട താമസം പറഞ്ഞോത്രേ. നാരദ വരൂ കാൺകിതാകാൽപ്പൊടി വാരിയാക്ഷന്നു വാരിക്കൊടുക്കുക 100 ജന്മം കോടി ജന്മം നരകെ കിടക്കിലും കൂടി ഞങ്ങൾ കുരുങ്ങില്ല മാമുനെ എന്ന് ഉറക്കം പ്രഖ്യാപിച്ചു എന്നാണ്. അവർ നൃത്തം ചെയ്തു, വാരിക്കൊണ്ടുപോക്കോളൂ, ദാ ഈ പൊടി ഭഗവാന്റെ ദണ്ഡം മാറി എന്ന് കേട്ടാൽ മതി, ഞങ്ങൾക്ക് അതേ വേണ്ടു. എന്താ അത്? നാരദൻ എഴുതിയിലോ നാരദ ഭക്തിസൂത്രം, അതിലത്തെ തൽസുഖസുഖിത്വം എന്ന മർമ്മപ്രധാനമായ വാചകത്തിന് വേണ്ടിയുള്ള കഥയാണ് ഇതെന്ന് തോന്നും. എന്തായാലും ഭഗവാന്റെ തലവേദന മാറ്റാൻ രാധാദി ഗോപികമാരുടെ പാദധൂളി ഉപയോഗിക്കേണ്ടി വന്നു എന്ന വളരെ വലിയ തത്വം പത്നിമാര് പോലും തയ്യാറാവാത്ത സമയത്താണ് ഗോപിമാരത് തുടങ്ങിയത്, തയ്യാറായത് എന്ന തത്വം ഭഗവത് ഭക്തകളുടെ പ്രേമസ്വരൂപിണികളുടെ പാദരേണുവിൻ്റെ മഹത്വം അവിടെ ഭഗവാൻ പ്രഖ്യാപിച്ചു. അവിടെയാണ് പിന്നെ വസുദേവരുടെ അതിഗംഭീരമായ യാഗം നടന്നത്. വസുദേവൻ നാരദാദികളും മറ്റു മഹർഷിമാര് അനവധി മഹർഷിമാര്, നാരദോ വാമദേവോ ഒത്രി വിക്രോ അരുണി തുടങ്ങിയിട്ടുള്ള അനവധി മഹർഷിമാരുടെ പേരെടുത്തു പറയുന്നുണ്ട്. അവരെയൊക്കെ ചെന്ന് കണ്ട് വന്ദിച്ചു പറഞ്ഞു, ഞാൻ എന്താ കൃതാർത്ഥത പോരാ എനിക്ക്, ഈശ്വരന്മാര് മക്കളായിട്ടുള്ള അങ്ങക്ക് ഇനി കൃതാർത്ഥത പോരാന്നോ? എന്താ അങ്ങനെ പറയണത്? എല്ലാവരും വസുദേവനെ പുകഴ്ത്തുക. വസുദേവൻ പറഞ്ഞു, ഇതന്നെയാണ് പ്രശ്നം, എല്ലാവരും എന്നെ പുകഴ്ത്തുന്നു എന്നല്ലാതെ എനിക്കതിൽ ഒരു കൃതാർത്ഥത പോരാ. എനിക്കവരെ ഈശ്വരന്മാരായിട്ട് കണ്ട് വന്ദിക്കാൻ പറ്റണില്ല. അപ്പൊ ഈശ്വരൻ മക്കളായിട്ടുള്ള ഈശ്വരന്മാരെ